മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്ത ജീവനൊടുക്കിയ സംഭവത്തിലേക്കാണ് വാർത്ത തന്നെയാണ്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി അനീഷ് ജോർജാണ് ജീവനൊടുക്കിയത്. മരണകാരണം ജോലി സമ്മർദ്ദമാണ് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കുന്നൂർ AU UP സ്കൂളിലെ പ്യൂണാണ് അനീഷ്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അനീഷിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ വീട്ടുകാർ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പയ്യന്നൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അനീഷിന് മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് വീട്ടുകാരടക്കം പറയുന്നത്. ഈ SIR-മായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദം അനീഷിന് ഉണ്ടായിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ ഒരു ജോലി സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമെന്ന് ആണ് വീട്ടുകാർ അടക്കം ഉന്നയിക്കുന്ന ഒരു കാരണം. ജോലി സമ്മർദ്ദം തന്നെയാണ് അനീഷ് ജീവനൊടുക്കാൻ കാരണം എന്നാണ് വീട്ടുകാർ പറയുന്നത്. അനീഷിനെ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടുകാർ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർജ് ചേരുന്നു. ആന്റണി, ഈ ഒരു BLO ആണ്, ബൂത്ത് ലെവൽ ഓഫീസറാണ് ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത്. ഈ ജോലി സമ്മർദ്ദമാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമെന്നാണ് വീട്ടുകാരടക്കം ഉന്നയിക്കുന്ന ഒരു കാരണം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും SIR നടപടികൾ നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. BLO ആയിട്ടുള്ള അനീഷ് ജോർജാണ് ജീവനൊടുക്കിയത്. ഇന്ന് വീട്ടിലാണ്, ഏറ്റുകുടുക്കയിലെ വീട്ടിലെ മുറിയിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള ഫോം വിതരണമടക്കം നടത്തുകയായിരുന്നു അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ നാട്ടുകാരോടടക്കം പങ്കുവെച്ചതായി നാട്ടുകാരൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. വ്യക്തിപരമായ എന്തെങ്കിലും കാരണമാണോ എന്നുള്ളതും നമുക്ക് വ്യക്തമായി ഇക്കാര്യത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. നിലവിൽ ഇങ്ങനെ കുടുംബം ആരോപിക്കുന്നതാണ് SIR-മായി ബന്ധപ്പെട്ട ചില ജോലി സമ്മർദ്ദമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ആത്മഹത്യയിലേക്ക് പോയത് എന്നുള്ള കാര്യം കുടുംബമാണ് ആരോപിക്കുന്നത്. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി എന്നുള്ളതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഏതായാലും SIR-ന്റെ നടപടികൾ സംസ്ഥാനത്ത് തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതുമായി ബന്ധപ്പെട്ടുള്ള ഫോം വിതരണമടക്കം നടക്കുകയാണ്. രാത്രി പകലും ഒക്കെയായാണ് ഫോം വിതരണം നടക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ BLO ആയിട്ടുള്ള ബൂത്ത് ലെവൽ ഓഫീസറായിട്ടുള്ള അനീഷ് ജീവനൊടുക്കി എന്നുള്ള വാർത്ത പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ CPI-യും കോൺഗ്രസും അടക്കമുള്ളവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഏറ്റുകുടുക്കയിലെ വീട്ടുമുറിയിൽ നിന്ന് രാവിലെയോടുകൂടിയാണ് അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അനീഷ ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നതാണ് SIR-മായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണം എന്നുള്ള കാര്യം. ഇപ്പോൾ കാരണങ്ങളുണ്ടോ? കാങ്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ സുനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ സുനിൽകുമാർ. ഈ ഒരു BLO-ന്റെ ജീവനൊടുക്കിയ സംഭവം തീർച്ചയായും ഒരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സംഭവത്തിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഈ ഒരു ജോലി സമ്മർദ്ദം തന്നെയാണോ ഇത്തരത്തിൽ ജീവനൊടുക്കാനുള്ള കാരണം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയാണ് നമ്മുടെ മുമ്പിൽ ഈ വിവരം അറിയുന്നത്. രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വാർത്ത വന്നപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ഓടിയെത്തി. ഇവിടെ തൊട്ട് അയൽവാസിയാണ് ഞാൻ, താമസം തന്നെ. അപ്പോൾ ഓടിയെത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ കുറേ ദിവസമായി അനീഷ് മാനസികമായിട്ട് വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ആ സമ്മർദ്ദം എന്ന് മാറ്റം, കാരണം അനീഷ് അങ്ങനെ ഒരു പൊതുവായിട്ട് എല്ലാ നാട്ടിനകത്തും അങ്ങനെ ഇളകി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ല. പക്ഷേ ഈ പറയുന്ന BLO-ന്റെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ ആളുകളെ വലിയ പരിചയമില്ലാത്തൊരു പ്രശ്നം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ട് തന്നെ കുറേ ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അനീഷ് പണി ആവില്ല എന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ മുമ്പിലെ വിവരം. അത് അനീഷിൻ്റെ അച്ഛനോടും അമ്മയോടും അവരുടെ ഭാര്യയോടും ഞാൻ രാവിലെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഒഴിവാക്കി തരണം എന്ന് പലപ്പോഴും പറഞ്ഞപ്പോഴും അത് പറ്റില്ല എന്നുള്ള ഭാഗത്ത് സമ്മതം ഉണ്ടാവുകയും ഇപ്പോഴെന്തോ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാം തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിൽ മാനസികമായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അമ്മയും ഭാര്യയും നമ്മോട് പറഞ്ഞത്. ഇന്നലെ രാത്രി തന്നെ 1 മണി. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറ്റെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഒരു അനീഷിന് ഉള്ളതായി എന്തെങ്കിലും അറിവുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. ഈ BLO എന്നതിൻ്റെ ഭാഗമായി SIR-മായി ബന്ധപ്പെട്ട ഒറ്റ വിഷയമാണ് അനീഷിനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയത്.
അത് മാത്രമല്ല ഈ അനീഷിന് എല്ലാവിധ സഹായവും ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിന് ആളുകൾ ഉൾപ്പെടെയെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇത്രയും കാലം പോയത്. ബാക്കി 150 മാത്രമാണ് ബാക്കിയുള്ളത്, 150-160 ബാക്കിയുള്ളത്. ഈ ബാക്കി വരുന്ന തൊട്ടടുത്ത BLO അവർക്ക് അതിൻ്റെ തൊഴിൽ അവരെ ഉത്തരവാദിത്തം കഴിഞ്ഞുകൊണ്ട് BLO കൂടി ഇന്ന് സഹായിക്കാമെന്ന് അനീഷോട് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇന്ന് പോകാൻ വേണ്ടി തന്നെയാണ്. ഈ അനീഷിനെയാണ് ആശ്രയിച്ചുകൊണ്ടാണ് ജോർജ് മാഷായാലും മാഷ് ഭാര്യയായാലും അതുപോലെ തന്നെ അനീഷിന്റെ ഭാര്യയായാലും സഹോദരനായാലും എല്ലാം ജീവിച്ചു പോകുന്നത് അനീഷിനെ ആശ്രയിച്ചുകൊണ്ടാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സുനിൽകുമാർ. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷാണ് കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു ജോലി സമ്മർദ്ദമാണ് ഈ ജീവനൊടുക്കാൻ കാരണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അനീഷിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂരിലാണ് സംഭവം. പയ്യന്നൂരിലാണ് BLO ആയ അനീഷ് ജീവനൊടുക്കിയത്. 18-ാം ബൂത്തിലെ BLO ആണ് അനീഷ്. ഇന്ന് രാവിലെയോടെയാണ് അനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ